വല്ലതും കണ്ടുവെന്ന് പൈസ എന്നോട് ചോദിച്ചു. കണ്ടുവെന്ന് ഞാൻ വെറുതെ കളവ് പറഞ്ഞു. ആരോടൊന്നും പറയാതിരിക്കാൻ അവൻ എനിക്ക് 2000 രൂപ തന്നു. 2000 രൂപയോ? അതെ. അതിന് എന്തിനാ തനിക്ക് 2000 രൂപ തന്നതെന്ന് താൻ അന്വേഷിച്ചില്ലേ? ഞാൻ പറഞ്ഞല്ലോ സാറേ, അവൻ എന്നോട് ചോദിച്ചു വല്ലതും കണ്ടായിരുന്നു എന്ന്. ഞാൻ പറഞ്ഞു കണ്ടുവന്നു. അതിനാ കാശ് തന്നത്. ഒറ്റ ചവിട്ടില്ലല്ലോ, ഒറ്റ മറിക്കുന്നതാ. എന്ത് കണ്ടതിനാ അവൻ നിനക്ക് കാശ് തന്നതെന്ന് നീ അന്വേഷിച്ചില്ലേ? ഇല്ല സാറേ, കിട്ടിയ കാശ് കൊണ്ട് തന്നെ സ്ഥലം വെച്ചു. അപ്പോ ആ 2000 രൂപ കൊണ്ടാ തോമസ് മുതലാളിയായത് അല്ലേ? ഇത് ഏത് കാലത്ത് നടന്ന കഥയാ തോമ? 18ാം നൂറ്റാണ്ടിലോ? 2000 രൂപ കൊണ്ട് താൻ പ്രഭുവാകാൻ? വെള്ളം പോയതല്ല 2000 രൂപ പെൻഷൻ വരികയും പോരാണോ? മതി, നാളെ കോടതിയിൽ ഹാജരാക്കാനുള്ളതാ. മുഴുവൻ സതവും ഇല്ലാതെ വേണം കൊട്ടക്കാട്ടച്ഛന്റെ കൊലയാളിയെ കോർട്ടിലെത്തിക്കാൻ. എനിക്കറിയത്തില്ല സാറേ, അച്ഛനെ കൊന്നത് ഞാനല്ല സാറേ. എനിക്കൊന്നും അറിയത്തില്ല സാറേ. എന്നാ പിന്നെ കൊന്നതാരാണെന്ന് പറ. എനിക്കറിയത്തില്ല സാറേ, ഞാൻ ആരെയും കൊന്നിട്ടില്ല. സത്യമായിട്ട് എനിക്കറിയത്തില്ല സാറേ. ശരി, തോമയല്ല അച്ഛനെ കൊന്നത്. കൊന്നൊരു തോമ കണ്ടിട്ടുമില്ല, സമ്മതിച്ചു. പക്ഷെ അന്ന് രാത്രി പൈന് തന്ന ആ കാശും കൊണ്ട് തോമ പിന്നെ എങ്ങോട്ടാ പോയത്? തോമ എന്തോ ഞാൻ നോക്കുമ്പോ അച്ഛന്റെ മുറി തുറന്നു കിടക്കുന്നു. അങ്ങനെ അച്ഛന്റെ അലമാരയിൽ നിന്നും പണം കവർന്ന തോമ പണക്കാരനായി. ഇപ്പൊ പറഞ്ഞ ഈ കഥയ്ക്ക് ഒരു ചെറിയ ലോജിക്കുണ്ട്. പക്ഷേ അവിടെയുണ്ടല്ലോ തോമ ചെറിയൊരു പ്രശ്നം. അച്ഛന്റെ അലമാരയിൽ പണമുണ്ടെന്ന് തോമ എങ്ങനെ അറിഞ്ഞു? തോമയ്ക്ക് എന്താ ദിവ്യദൃഷ്ടിയുണ്ട്? അച്ഛൻ കുറച്ചനായിട്ട് തറവാട്ടി പോയി വന്നപ്പോ അലമാരയിൽ കൊണ്ട് കാശ് വെക്കണത് ഞാൻ കണ്ടതായിരുന്നു സാർ.